അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ثم إنكم بعد ذلك لميتون. ثم إنكم يوم القيامة تبعثون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നമ്മുടെ ഇഹപര ലോകങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നരിക്കുനി മണ്ഡലം ISM കേരളത്തിലെ എല്ലാ മേഖലകളിലും നടത്തി വരുന്ന നമ്മുടെ മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്തോഷകരമായ ഒരു ദിനം ഇവിടെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ പല പരിസര പ്രദേശങ്ങളിലും വരാനും സംസാരിക്കുവാനും ഇവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ചെറിയ പങ്കുകൾ നിർവഹിക്കുവാനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നെപ്പോലെയുള്ള സുഹൃത്തുക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒട്ടനവധി മുജാഹിദ് പ്രവർത്തകന്മാരുള്ള ഒരു പ്രദേശമെന്ന നിലക്ക് ഒരു സൗഹൃദവും സ്നേഹവും വീണ്ടും പുതുക്കുക, ഓർമ്മകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നത് ഇത്തരമൊരു ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കൊണ്ട് സാധ്യമാകും എന്നത് ഇവിടേക്ക് വരുവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചില ആശങ്കകൾ ഉണ്ടാകും. നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മയ്ക്കും ദീനിനും പ്രബോധനത്തിനും എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന്. എന്നാൽ നിരന്തരമായ ഇത്തരം പ്രവർത്തനങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്ന ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്, കുട്ടിക്കാലങ്ങളിൽ മുജാഹിദ് ആയിട്ടുള്ള മാതാപിതാക്കളോടൊപ്പം നാട്ടിലെ പഠന ക്യാമ്പുകളിലും പൊതുപരിപാടികളിലും വാദങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന അതേ മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചു വരികയാണെന്നാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കേടുപാടുകളിൽ നിന്നും, ആദർശപരമായ തകരാറുകളിൽ നിന്നും മോചനം നേടി ഈ യഥാർത്ഥ ദീൻ സലഫി പ്രസ്ഥാനം വളരെ ഊർജ്ജസ്വലമായി അതിവേഗതയിൽ ആദർശശുദ്ധിയോടുകൂടെ തിരിച്ചു വന്ന് അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്ന അനുഭവമാണ് ഞങ്ങളുടെ എല്ലാം അനുഭവം. ഞാൻ തന്നെ ചിന്തിക്കുന്നത്, ഒരു പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഇത്രമാത്രം ഒരു പക്ഷേ ആളുകൾ ഈ പരിപാടികൾക്ക് വേണ്ടി നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ. പരിചയമില്ലാത്ത നമ്പറുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും പേടിയുള്ള വിധം അത്രമാത്രം പ്രബോധന രംഗം സജീവമാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടി അതിൻ്റെ പ്രയോജനം പറഞ്ഞ് വിളിക്കുമ്പോൾ വരില്ലെന്ന് പറയാൻ കഴിയാത്ത വിധം ഫലപ്രദമായ പരിപാടികളാണ് നാടൊട്ടുക്കും അൽഹംദുലില്ലാ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
ഈ ഒരു വിശദീകരണം ഞാൻ പറയാതെ തന്നെ ഇന്നത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുജാഹിദ് പ്രവർത്തകന്മാർക്ക് ഈ ഒരു വികാരം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സന്തോഷകരമായ തിരിച്ചുവരവിൻ്റെ ഈ സമാധാനകരമായ ഈ ഒരു മുന്നേറ്റം നമ്മളെയൊക്കെ അത്യധികമായി സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇത് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കൂടാതെ നമ്മുടെ മരണം വരെയും അതിനുശേഷവും ഈ പ്രബോധന മുന്നേറ്റം സുഗമമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഭയമുള്ളത് നമ്മൾ കാണുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മളെല്ലാവരും എത്തിച്ചേരുന്ന ഒരു അടിസ്ഥാനമുണ്ട്. ആ ഒരു അടിസ്ഥാനത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരി വളരെ വേദനയോടുകൂടെ എന്നോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഫോണിൽ പറഞ്ഞൊരു കാര്യം, ഒരു ചെറിയൊരു 2 വാക്ക് മനസ്സമാധാനം കിട്ടാൻ ഒന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഹൃദയം പൊട്ടി മരിച്ചു പോകും എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചപ്പോൾ അവർ പറയുന്നൊരു വേദന, നല്ല സമാധാനകരമായ കുടുംബജീവിതത്തിനിടക്ക് ഭർത്താവ് ഒരു പുതിയ വിവാഹം കഴിച്ചു. അള്ളാഹു അനുവദിച്ചൊരു കാര്യമെന്ന നിലക്ക് ഞാൻ അതിനോടൊന്നും എതിർത്തില്ല. മനസ്സിന് വലിയ പ്രയാസമുണ്ടെങ്കിലും ഞാൻ അതിനോട് എതിർക്കാനോ മുമ്പ് ഞാൻ കാണിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പെരുമാറ്റത്തിനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ചില സംശയങ്ങളും ചില പ്രശ്നങ്ങളും ആയതുകൊണ്ട് തന്നെ മുമ്പൊന്നുമില്ലാത്ത വിധം അയാൾ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നെ എത്ര കണ്ട് ഉപദ്രവിച്ചിട്ടും ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു വേദന, ഒരു സംശയം. ഭർത്താവിനോടുള്ള ഒരു സ്ത്രീയുടെ കടമ വളരെ വലുതാണല്ലോ. സ്വന്തം മാതാപിതാക്കളോടുള്ളതിനേക്കാളും ബാധ്യത ഭർത്താവിനോടുണ്ടല്ലോ. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ അയാൾ എന്നെ മർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ മാനസികമായി അയാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പരലോകത്ത് എനിക്കതൊരു പ്രതികൂലമാകുമോ എന്നെനിക്കൊരു ഭയം. ഞാൻ അയാൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, അയാളെ ഞാൻ സ്വീകരിക്കുന്നുണ്ട് വീട്ടിലേക്ക്. പക്ഷേ ഉള്ളറിഞ്ഞും മനസ്സറിഞ്ഞും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രയാസവും മർദ്ദനങ്ങളും പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗനിർദ്ദേശം ചോദിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവർക്ക് അതല്ല പ്രശ്നം. മരിച്ചു പോയാൽ എനിക്കിൻ്റെ ഈ ഭർത്താവിനോടുള്ള ബന്ധം ഒരു പ്രയാസമാകരുതേ എന്നതാണ് അവരുടെ പ്രശ്നം. സുഹൃത്തുക്കൾ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ മനസ്സിൻ്റെ ഒരു വിശ്വാസം, ആ മനസ്സിൻ്റെ ഒരു ശുദ്ധി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിന്ത നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ എവിടെ കടന്നു ചെന്നാലും എവിടെ എത്തിയാലും നമ്മൾ കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരമെന്നത് മനസ്സിൻ്റെ ഉള്ളിൽ മരിച്ചതിനു ശേഷം തിരിച്ചു വരുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഉറച്ച ദൃഢവിശ്വാസം തന്നെയാണ്. ഏത് വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ആ വിശ്വാസപരമായ ബോധ്യം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ പ്രോഫ്കോണിൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് എവിടെ നിന്നോ വണ്ടി കയറിയിട്ടാണ് അവൻ്റെ ഉമ്മ വന്നിരിക്കുന്നത്. വന്നതെന്തിനാ? പ്രോഫ്കോൺ കാണാനോ പ്രോഫ്കോൺ പങ്കെടുക്കാനോ അല്ല, പ്രോഫ്കോണിൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്നിട്ട് അവിടെ വേദനയൊന്ന് പറയാൻ. അപ്പോൾ എന്തിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊരു മോനേ ഉള്ളൂ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവനെ ഞാൻ 28ാമത്തെ വയസ്സിലും മലർത്തിപ്പിടിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ വാത്സല്യത്തോടെ ഞാൻ വളർത്തിക്കൊണ്ടുവരും. പക്ഷെ കല്യാണം കഴിച്ചപ്പോൾ അവനെന്തോ ഒരു മാറ്റം. ചെറിയ മാറ്റമൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴോ സുബൈക്കൊന്ന് അവൻ എഴുന്നേൽക്കാൻ വൈകിയാൽ ഞാനന്ന് വാതിലുമ്പോൾ മുട്ടും. അപ്പോൾ ഒരു ദിവസം അവൻ സുബൈക്ക് വാതിൽ തുറന്ന് പറഞ്ഞു, ഇനി ഉമ്മൻ്റെ കാര്യത്തിൽ ഇടപെടരുതേന്ന്. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു വേദന. അവൻ്റെ ഭാര്യയുടെ കാര്യത്തിലും അവൻ്റെ കാര്യത്തിലും ഞാൻ ഇടപെടരുതേ എന്നാണ് അവൻ പറയുന്നത്. എന്തേ അവന് സംഭവിച്ചു? അവൻ നല്ല കുട്ടിയാണ്, നല്ല ബോധമുള്ള ആളാണ്. അവനാണ് എനിക്ക് ദീനിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറ്, CD തരാറ്,
റേഡിയോ കാണിച്ചു തരാറൊക്കെ അവനാണ്. എന്തി അവൻ ഇങ്ങനെ സംഭവിക്കാൻ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർക്കും മനസ്സിലുള്ള വേദന എന്താ അറിയുങ്ങൾ, ഇനി മകൻ നല്ല നിലക്കൊന്ന് പെരുമാറിക്കിട്ടാൻ എന്താ ചെയ്യാന്നല്ല. എന്താ അറിയോ, എനിക്ക് എൻ്റെ മകൻ ഒരു ഉമ്മനോട് ഇങ്ങനെ ചെയ്താൽ ഏറ്റവും വലിയ പാപം മാതാപിതാക്കളെ ഉപദ്രവിക്കലല്ലേ. അപ്പോൾ അവൻ്റെ പരലോകം എന്താവും? അപ്പോൾ ഉമ്മക്കുള്ള സംശയം, ഞാൻ പുറത്തു കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവുമോ പരലോകത്ത് എന്നാണ്. അതാ ചോദിക്കാൻ വന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു മനസ്സ്, ഞാൻ പുറത്തു കൊടുത്താൽ അവൻ ഇന്നെ ഒരു ഉമ്മനെ ഒരു മകന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പീഡനമാണ് അവൻ ഇപ്പോൾ എനിക്ക് തരുന്നത്. കരഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവർ ചോദിക്കണത്, ഞാൻ പുറത്തു കൊടുത്താൽ എൻ്റെ മകന് പരലോകത്ത് പ്രശ്നം ഉണ്ടാവും. ആ സംശയം തീർത്ത് മനസമാധാനത്തിനാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഭർത്താവ് കൂടെ ഉണ്ട്, ഞങ്ങൾ സുഖമായി ജീവിക്കും. ഇനി അവൾക്കും അവനും ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി അവിടുന്ന് മാറി താമസിക്കാനും നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ കുട്ടിക്ക് പരലോകത്ത് പ്രശ്നം വരുമോ ഉമ്മനോട് ഇങ്ങനെ പെരുമാറിയതിൻ്റെ പേരിൽ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ പരലോക ബോധം നമ്മുടെ ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വിചാരവും ഏതൊരു പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പരിഹാരം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. സുഹൃത്തുക്കളെ, നമ്മുടെ ഏറ്റവും ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജീവിതത്തിൽ പല തിരക്കുകളും പല പ്രശ്നങ്ങളും പല സംഗതികളും നമ്മൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. പക്ഷെ എവിടെ നമ്മൾ ഇടപെടുമ്പോഴും, കുടുംബജീവിതമാകട്ടെ, മക്കളോടുള്ള പെരുമാറ്റമാകട്ടെ, കച്ചവടമാവട്ടെ, വ്യവഹാരമാകട്ടെ, എന്ത് കാര്യങ്ങളായാലും നമ്മളെപ്പോഴും മനസ്സിൽ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഒറ്റയ്ക്ക് ചെല്ലേണ്ട ഒരു ലോകത്ത് ഒരു ഇടപെടലും നമുക്ക് പ്രതികൂലമാകരുതേ എന്നതാണ് നമ്മളൊക്കെ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യം. പക്ഷെ ഒരു പക്ഷേ എന്താ പറയുക, നമ്മുടെ തിരക്കിൽ നമ്മുടെ മക്കളെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി, നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി, സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു സാമ്പത്തിക നിലവാരത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ജീവിക്കുന്നതിന് വേണ്ടി ചിലപ്പോഴെല്ലാം നമ്മൾ ആ ഒരു മഹത്തായ ജീവിതത്തെയും ലോകത്തെയും വിചാരണയെയും മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം മരണത്തിനു ശേഷം വരുന്ന ഒരു ലോകത്തെ, അങ്ങനത്തെ ഒരു ജീവിതത്തെ, എപ്പോഴും ജീവിതത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തി കളയുവാനുള്ള ഒരു ശക്തി ആ വിശ്വാസത്തിന് ചിലപ്പോൾ ഇല്ലാതെ പോകുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ, അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം, 7 ആകാശങ്ങളെയും കടന്നു വരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആവട്ടെ, ഇനി 1-ാം ആകാശത്തിൽ തന്നെയാണെങ്കിലും അത്ര വിദൂരതകളിൽ നിന്ന് ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശം ഭൂമിയിൽ എത്തണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? എന്നിട്ട് ഭൂമിയിൽ നിന്നും നമുക്ക് ആ വെളിച്ചത്തെ, ആ ഒരു നക്ഷത്രത്തെ നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു എന്താണ് പറയുന്നതെന്ന് അറിയുങ്ങൾ, അത്ര ദൂരെ നിന്ന് ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചം എല്ലാറ്റിനെയും ഇരുട്ടിനെ തുളച്ചു കയറി നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ആ നക്ഷത്രത്തെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ് അന്നജ്മുസ് സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൽ. വസ്സമാഇ വത്താരിഖ്, ആകാശം തന്നെയാണ് സത്യം. അതേപോലെ തന്നെ രാത്രിയിൽ വരുന്നത് ത്വാരിഖ്, നക്ഷത്രം. വമാ അദ്റാക മത്താരിഖ്, എന്താണ് ത്വാരിഖ് എന്ന് പറഞ്ഞാൽ അന്നജ്മുസ് സാഖിബ്, തുളച്ചു കയറുന്ന രാത്രി വരുന്ന ഒരു നക്ഷത്രമാണ് അത്. എന്നിട്ട് എന്താണ് അള്ളാഹു പറയുന്നത് സഹോദരങ്ങളെ? വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ് അന്നജ്മുസ് സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൽ. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൽ. ഒരൊറ്റ ആത്മാവും തന്നെ ഇല്ല, ഒരൊറ്റ വ്യക്തിയും തന്നെ ഇല്ല, ഒരു കൃത്യമായ ഒരു നിരീക്ഷകൻ അവൻ്റെ മേൽ ഏർപ്പെടുത്തപ്പെടാതെ എന്നാണ്. നമ്മളതിനെ ഒന്ന് യാഥാർത്ഥ്യബോധത്തോടെ കാണണം. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും എല്ലാ കാര്യങ്ങളെയും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച്, അവനേർപ്പെടുത്തിയ നിരീക്ഷണങ്ങളെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഇത്രയും വിദൂരതകളിൽ നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും രഹസ്യത്തിലെയും പരസ്യത്തിലെയും ജീവിതത്തിലെ ഒരു കാര്യവും എന്തു ചെയ്യുന്നില്ല,
അള്ളാഹു അറിയാതെ പോകുന്നില്ല, നിരീക്ഷിക്കപ്പെടാതെ പോകുന്നില്ല എന്നതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ കാര്യങ്ങളെയും നിരന്തരമായി നിരീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു അള്ളാഹുവിൻ്റെ മുമ്പിൽ നേർക്കുനേരെ ചെന്ന് അള്ളാഹു നമ്മളുടെ അടുത്തു നിന്ന് ഓരോ വ്യക്തിയോടും അവൻ്റെ നന്മ തിന്മകളെക്കുറിച്ച് ചോദിക്കും എന്നത് വലിയൊരു യാഥാർത്ഥ്യബോധമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ഒരു കേൾവി കൊണ്ടോ ഒരു പ്രഭാഷണത്തിൽ കേൾക്കുന്നത് കൊണ്ടോ മാത്രം നമ്മുടെ ഉൾത്തടങ്ങളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, പലപ്പോഴും തൻ്റെ ഏറ്റവും ദീനിയായിട്ട് തനിക്ക് പരിചയമുള്ള ഭർത്താവിനെക്കുറിച്ച് ഭാര്യ സംസാരിക്കുമ്പോൾ, ഭാര്യയെക്കുറിച്ച് ഭർത്താവ് സംസാരിക്കുമ്പോൾ, ആത്മസുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ബാഹ്യമായി കാണുന്ന പോലെ ഒന്നും അല്ല ആളുകൾ ജീവിക്കുന്നത്. കാരണം പണ്ടത്തേതിനേക്കാളും തിന്മകൾക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഇന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് തെറ്റായ ഒരു നോട്ടം ഒരാൾ നോക്കുമ്പോൾ ആരും അറിഞ്ഞില്ലെങ്കിലും അവൾ അറിയുമല്ലോ, ഇയാളൊരു വൃത്തികെട്ട നോട്ടമാണല്ലോ നോക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവും. അല്പം ലജ്ജയുള്ളവൻ എന്തു ചിന്തിക്കും? എൻ്റെ മഹത്വത്തിനും എൻ്റെ അഭിമാനത്തിനും ഒരു കോട്ടം സംഭവിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു തെറ്റ് വേണ്ടെന്ന്, ഒരാസ്വാദനം വേണ്ടെന്ന് വെക്കാൻ അയാൾക്ക് പറ്റും. എന്നാൽ സുഹൃത്തുക്കൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മനസ്സിൽ എന്ത് വിഭാവനം ചെയ്യുന്നുവോ അതുപോലെയുള്ള വൃത്തികേടുകളെ വളരെ കൃത്യമായി ഏറ്റവും കുറഞ്ഞ ചെലവിൽ അപ്പുറത്തുറങ്ങുന്ന ഭാര്യ അറിയാതെ, അപ്പുറത്തുറങ്ങുന്ന മക്കൾ അറിയാതെ രാത്രി 1 മണിക്കും 2 മണിക്കും ഫോൺ എടുത്തു വെച്ച് കാണാൻ ഇന്ന് പറ്റും. ആരെയാണ് പേടിക്കേണ്ടത്? ഭാര്യ ഉറങ്ങുകയാണ്, അവൾ ഉണരില്ലെന്ന് ഉറപ്പ്. മക്കൾ ഉറങ്ങുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ 1 മണിക്കും 2 മണിക്കും എഴുന്നേറ്റിരുന്ന് ഏറ്റവും ഏത് വൃത്തികേട്? കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നോക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞ തിന്മ പരസ്യമായി തൻ്റെ മുന്നിൽ കാണാൻ അവൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. വളരെ കൃത്യമായി ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എൻ്റെ മേൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉള്ളിൽ തട്ടി വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ മാർക്കറ്റിലേക്കൊന്ന് കയറി നോക്കൂ സുഹൃത്തുക്കളെ, എന്നെയും നിങ്ങളെയും പോലെയുള്ള മാന്യന്മാരാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. എന്താണ് കച്ചവടത്തിൻ്റെ രൂപം? നിങ്ങൾക്ക് പറയാനാകുമോ? നിങ്ങൾ മത്സ്യമാവട്ടെ, പച്ചക്കറിയാവട്ടെ, പഴങ്ങളാവട്ടെ, ആ തൂക്കിക്കൊടുത്ത് അളന്നു കൊടുക്കുന്നവൻ്റെ മനസ്സിൽ നമ്മളെ പറ്റിക്കുവാനുള്ള ഒരു ചിന്തയുണ്ട്. അവനത് തൂക്കിയിടുമ്പോൾ അവനതിൻ്റെ കൃത്യതയിൽ അറിഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെ പറ്റും അത്? മൻ ഗശ്ശ ഫലൈസ മിന്ന. വഞ്ചന കാണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. എന്തേ ബോധ്യപ്പെടാത്തത് സുഹൃത്തുക്കളെ? ഏത് മാനം കളഞ്ഞും പണം നേടാം, പണം കൊണ്ട് ഏത് അപമാനവും ഒഴിവാക്കാം എന്നാണ് ഇന്നാളുകൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നമ്മളൊക്കെ നിസ്കരിച്ചും നോമ്പ് നോറ്റും നന്മകളൊക്കെ പ്രവർത്തിച്ചിട്ടും പരലോകത്ത് കണക്ക് കൊടുക്കണം എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെയാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് നാം ആലോചിക്കണം. ഞാൻ വരുന്നുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്ത് ഉനൈസ് ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ വിരൽ തൊട്ട് പഠിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് പരലോകത്തുള്ള കാര്യം. അത് ഖുർആനിൽ തന്നെ നമുക്ക് മനസ്സിലാകണം. അത് ബോധ്യപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഓതി വെച്ച തൊട്ടടുത്ത വചനങ്ങളിൽ അള്ളാഹ് അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യണത്. മരിച്ചിട്ട് തിരിച്ചു വരുന്നുള്ളത് വെറുതെ പറയല്ല സുഹൃത്തുക്കൾ, അത് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഈ ആസന്ന മരണസ്ഥരായ ആളുകളെ ചികിത്സിക്കുന്ന നമ്മുടെ പല സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരും സംശയം എന്ന നിലയ്ക്ക് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ല ഈ പരലോകത്തിലൊക്കെ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ അത്ര ബേജാറ് ഈ വിശ്വാസമില്ലാത്തവർക്ക് കാണുന്നില്ലല്ലോ. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അതൊരു ക്യാൻസർ ആണെന്നോ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ആണെന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ വേർത്ത് കുളിച്ച് എത്രമാത്രം എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ ഒരാൾക്ക് ക്യാൻസർ ആണെങ്കിൽ പറയില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാൻസർ എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയില്ല ഒരിക്കലും. പച്ചക്കളവുകൾ പറഞ്ഞ് മരണം വരെ അവർ നമ്മളെ പറ്റിക്കും. എന്തിനാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും? പറയാതിരുന്നാൽ 4 മാസം ജീവിക്കുമെങ്കിൽ പറഞ്ഞാൽ 2 മാസം ജീവിക്കുള്ളൂ.
സുഹൃത്തുക്കളെ, എന്ത് ഇവിടെ സംഭവിച്ചപ്പോൾ ഞാൻ പലപ്പോഴും അവരോട് പറയുന്നത്, എൻ്റെ ഒരു ധാരണ പറയലാണ്, എത്ര ശരിയാണെന്നറിയില്ല. എൻ്റെ സുഹൃത്തുക്കൾ പല ആളുകളും, ഡോക്ടർമാരായ പല ആളുകളും, ക്ലാസ്സിന് വരുന്ന ആളുകൾ പറയുമ്പോൾ ഞാനവിടെ പറയും, എന്താ അറിയും, ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, പരലോകം ഇല്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും, മരണത്തോടുകൂടെ തീർന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കുറേ ബേജാറ്, പകുതി ബേജാറ് പോയി. എന്താ പകുതി ബേജാറ്? മരിച്ചിട്ട് പിന്നെ ഒന്നുമില്ലെങ്കിൽ ഈ കഴിഞ്ഞ ബേജാറല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. ഇപ്പം ഈ കഴിഞ്ഞിലുള്ള ബേജാറല്ലേ ഉള്ളൂ, മരിച്ചിട്ട് വേറൊന്നുമില്ലെങ്കിൽ. അങ്ങനെ കരിഞ്ഞില്ലാതെയായി പോകുന്നുണ്ടെങ്കിൽ എന്ത് ബേജാറാവുള്ളത്? ഇവിടുത്തെ നഷ്ടം മാത്രമല്ലേ അയാളെ മനസ്സിലുള്ളൂ. എന്നാൽ സുഹൃത്തുക്കളെ, തിരിച്ചു വരുമെന്നറിയും. പക്ഷെ തിരിച്ചു വരുമെന്നറിഞ്ഞിട്ടും തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടെ ജീവിച്ചില്ല. അവൻ്റെ ബേജാറ് എവിടെ സുഹൃത്തുക്കളെ അടക്കി വെക്കുക? അപ്പം മരണത്തിലേക്ക് അടുക്കുമ്പോൾ മരണാനന്തര ജീവിതമില്ലെന്ന് പറയുന്നവനേക്കാളും ഇരട്ടിക്കിരട്ടിക്ക് വേവലാതിയോടുകൂടെ മരിച്ചു പോകുള്ളൂ. നമ്മളത് പരിശോധിക്കണം. ഒരു ക്യാമ്പിന് വേണ്ടി പറയണതല്ലത്. ഞാൻ പറഞ്ഞത് പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കാൻ പറ്റണം സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഒരു നിരീക്ഷകനുണ്ട് എന്ന് ആകാശത്തിലെ നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് അല്ലാഹ് അടുത്ത വാചകം എന്താണെന്നറിയോ? ഫൽയൻളുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ്. ഫൽയൻളുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ. മനുഷ്യൻ ചിന്തിക്കട്ടെ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. സുഹൃത്തുക്കളെ, എന്തിനാ അങ്ങനെ പറഞ്ഞൊരു ബോധ്യപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബോധ്യപ്പെടാറിന് അങ്ങനെ വിശ്വസിക്കാൻ എന്താ പ്രശ്നം? ബോധ്യപ്പെടാൻ കുറച്ച് പ്രശ്നം തന്നെയാണ്. മരിച്ച് നമ്മൾ മണ്ണായി ഖബറിലൊക്കെ ദ്രവിച്ചു പോയതിന് ശേഷം പിന്നെ ഈ എല്ലും മണ്ണൊക്കെ ആയിട്ട് പിന്നെ യുഗാന്തരങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞിട്ട്, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മണ്ണിൽ നിന്നിട്ട് എഴുന്നേറ്റ് വരുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ ശരിക്കും ചിന്തിച്ചും ബോധ്യപ്പെട്ടും ഉൾക്കൊണ്ട ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ശരിക്കും മനസ്സിലുണ്ടാവുള്ളൂ. വാക്കിലുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവണമെങ്കിൽ ആ ബോധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഫൽയൻളുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ്. മനുഷ്യൻ നോക്കട്ടെ എന്തിൽ നിന്നാണ് അവന് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. സുഹൃത്തുക്കളെ, മരിച്ചതിന് ശേഷം തിരിച്ചു വരും എന്നുള്ളത് എത്രമാത്രം അവിശ്വസനീയമായി തോന്നുന്നുവോ അതുപോലെ അവിശ്വസനീയമാണ് എന്തരങ്ങൾ പിതാവിൻ്റെ നെഞ്ചലിൻ്റെയും മുതുകല്ലിൻ്റെയും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് അതിനിസ്സാരമായ ഒരു ബീജാണു, അത് ആ പിതാവിൻ്റെ മുഴുവൻ ഗുണങ്ങളോടുകൂടെയും ആ പിതാവിൻ്റെ പാരമ്പര്യത്തോടു കൂടെ ആ ഗർഭപാത്രത്തിലെത്തി അതൊരു കുഞ്ഞായി വളരെ കുറഞ്ഞ ആഴ്ചകളെ കൊണ്ട് രൂപപ്പെട്ട് വരിക എന്നുള്ളത് ഒരത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഒന്ന് നോക്ക്, അത് സംഭവിക്കുമെങ്കിൽ ഫൽയൻളുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറായിബ്. എത്ര പ്രയാസമാണ് അവിടെ നിന്ന് ഒരു സ്രവം സ്രവിച്ച് അതിൽ നിന്നൊരു ബീജാണുവിനെ മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് അതിസൂക്ഷ്മമായ വഴികളിലൂടെ സഞ്ചരിപ്പിച്ച് എത്തിച്ച് അള്ളാഹു ലക്ഷ്യമാക്കിയ ഒരു മനുഷ്യൻ്റെ അത്ഭുതപൂർണമായ സൃഷ്ടിപ്പ് സാധ്യമായി ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, തീർച്ചയായും അവൻ ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണെന്ന്. രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. എന്നിട്ട് അള്ളാഹു വീണ്ടും അതിൻ്റെ തെളിവുകളാണ് പറയുന്നത്. വസ്സമാഇ ദാത്തിർ റജ്ഇ വൽ അർളി ദാത്തിസ് സദ്അ. ആവർത്തിച്ച് മഴ പെയ്യുന്ന ആകാശം തന്നെയാണ് സത്യം. ഭൂമി, സസ്യങ്ങൾ മുളക്കുന്നതിന് വേണ്ടി പിളരുന്ന ഭൂമി തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു പരലോകത്തെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബോധ്യപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ബോധ്യപ്പെടണം. ഇത് ബോധ്യപ്പെട്ട് ഉൾക്കൊള്ളാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുന്നത്. എന്താണ് നമുക്ക് സംഭവിക്കുന്ന നഷ്ടം? സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം. ഈ ജീവിതത്തിൽ പരലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മനസ്സിലില്ലാതെ ജീവിക്കുന്നവർക്ക് പലപ്പോഴും വലിയ നഷ്ടം വരും എന്ന് പറഞ്ഞ് വെറുതെ അല്ല. നോക്കും നിങ്ങൾ, ഇപ്പോൾ നമ്മൾ മിക്കവാറും പല സുഹൃത്തുക്കളും ജീവിതത്തിന് എന്തെങ്കിലും ഒരു വഴി തടസ്സം വന്നാൽ വേഗം ഒരു പ്രവാസ ജീവിതത്തെക്കുറിച്ചാണ് ആലോചിക്കുക. പ്രവാസ ജീവിതത്തിൻ്റെ ഗുണങ്ങളെ ഒന്നും നിരുത്സാഹപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ചിന്ത പറയാൻ വേണ്ടി മാത്രം പറയാം. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടം ഗൾഫിലും അവിടെ ഇവിടെയും ചിലവഴിക്കുമ്പോൾ കേവലം അവിടെ മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തുമാത്രമുള്ളവരെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു പ്രതിസന്ധി തൻ്റെ കുടുംബത്തിനോ കുട്ടികൾക്കോ വരരുത് എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്.
അതല്ലാതെ ഇതിനേക്കാളും മതപരമായി എനിക്ക് ജീവിക്കാൻ പറ്റുന്നൊരു നാട് ഗൾഫാണ് എന്ന് അതവിടെ എത്തിപ്പെടുമ്പോൾ ചിലപ്പോൾ ഇവിടത്തിനേക്കാളും സൗകര്യങ്ങൾ കിട്ടും. പക്ഷെ പോണത് അതിനല്ല. പോണത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു സമാധാനകരമായ ഒരു വീട്, ഒരു കുടുംബം, ഇതിനു വേണ്ടിയാണ് പോണത്. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു പരലോകത്തിൻ്റെ ശരിയായ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? നിങ്ങൾ നമ്മളൊരു വിവാഹം കഴിച്ച് നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബം, അവരെ നമ്മൾ ദീനിയായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് കൊണ്ട് കിട്ടുന്ന ബെനഫിറ്റ്, അതുകൊണ്ട് കിട്ടുന്ന ഫലം യഥാർത്ഥത്തിൽ വെറും സാമ്പത്തികമായ ഒരു സോഴ്സ് എന്ന നിലക്ക് മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രാവും പകലും അധ്വാനവും മുഴുവനും പറിച്ച് നടുകയാണ്. നമ്മുടെ കുട്ടികളെ കാണാതെ, ഭാര്യയെ കാണാതെ ആണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ കൂടെ നിന്ന് ഏറ്റവും നല്ല മതബോധത്തോടുകൂടെ വളർത്തിക്കൊണ്ട് വന്നാൽ എനിക്ക് പരലോകത്ത് കിട്ടുന്ന ലാഭം എത്രയാണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു സമാധാനകരമായ ഒരു ജീവിതാന്തരീക്ഷത്തിൽ നല്ല ഒരു കുടുംബമായി, നല്ലൊരു ഇസ്ലാമിക കുടുംബമായി, ഒരു കുടുംബനാഥനായി ഞാൻ കൂടെ നിന്ന് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം മതപരമായ നിലക്കുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞാൻ കൂടെ നിന്ന് പോകുന്നതല്ല എനിക്ക് നല്ലത് എന്നാരെങ്കിലും ചിന്തിക്കാറുണ്ട്? ഞാൻ പറഞ്ഞ ഗൾഫിക്ക് കയറുന്ന സമയത്ത് എനിക്ക് എൻ്റെ പരലോകത്തേക്ക് കൂടുതൽ ഗുണം ഏതാണ്? ഞാൻ ദോഷകരമാണെന്ന് പറയാനല്ല, ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ അത് വേണം തീരുമാനമെടുക്കാൻ. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു കല്യാണം നിശ്ചയിച്ചു അടുത്ത ആഴ്ചയാണ്, പക്ഷേ എനിക്ക് ആ പെൺകുട്ടിനോട് ഇപ്പം എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല, കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ കുറേ മുന്നോട്ട് പോയി, എനിക്കിപ്പോൾ ഇന്ന് ഒഴിവാകണം, എന്താ വഴിയെന്ന്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, എത്രാമത്തെ പെണ്ണിനെ നീ കണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ 5ാമത്തതാണ്. 4 കണ്ടു, 5ാമത്തതാണ്. അപ്പോൾ 4 എന്തേ കല്യാണം നടക്കാതെ പോകാൻ? 4 എന്താ വെച്ചാൽ കണ്ടു വന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വേണ്ടാന്ന് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ തോന്നിയത് തന്നെയാണ് 5ാമത്തേതിലും. പെങ്ങന്മാർക്കും ഉമ്മാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പം ചോദിച്ചു, എന്താണ് നിനക്ക് പേടി? കല്യാണം കഴിഞ്ഞാൽ എന്താ പേടി? അവൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിടത്തോളം ഏറ്റവും നല്ല ദീനുള്ളൊരു കുട്ടിയാണ്, നല്ല ദീനി കുടുംബമാണ്, അതുകൊണ്ട് ദീനിൻ്റെ കാര്യത്തിൽ അവളെ കാര്യത്തിൽ എനിക്കൊരു സംശയമല്ല. പിന്നെ എന്താ സംശയം? എനിക്കിങ്ങനെ ചിലപ്പോൾ കാണുമ്പോൾ തോന്നുന്നു നല്ല ഭംഗിയുണ്ട്, കുറച്ച് ഞാൻ തോന്നുന്നു ഭംഗിയില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊരു തീരുമാനം എടുക്കുക, എന്തായാലും ദീനുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇനി എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ദീനുണ്ടല്ലോ, ദീനുണ്ടെങ്കിൽ എല്ലാത്തിനും ഗുണം അതാണല്ലോ എന്ന നിലക്കാണ് തീരുമാനിച്ചാലോ എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും അള്ളാഹു നമുക്കൊരു സഹായം തരും, തൗഫീക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചത് മാത്രമല്ല, പിന്നെ അയാൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, തീരുമാനമെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് അറിയാത്തത് കൊണ്ട് പറ്റിയതാണ്. ഒരു മുൻഗണന വേണമല്ലോ കുറേ പുസ്തകങ്ങളും, അതിൽ മുൻഗണന ഇതിനായപ്പോൾ എനിക്കിപ്പോൾ ഉറച്ച തീരുമാനമായി, ഇനി എന്ത് പ്രശ്നം വന്നാലും, ഇനി അവൾ കാണാൻ ഒരിക്കലും വളരെ മോശമാണെന്ന് ആദ്യ രാത്രിയിൽ തോന്നിയാൽ പോലും ഞാൻ അവളെ വിടുന്ന പ്രശ്നമില്ലാതെ. സുഹൃത്തുക്കളെ, എന്ത് ചിന്തിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്താ, മരിച്ചു പോയാൽ എനിക്കത് എന്തുമാത്രം ഗുണകരമാകും, ദോഷകരമാകും എന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിലുണ്ട്. നിങ്ങൾ കേട്ട് കാണും, ഈ കഴിഞ്ഞൊരു ദിവസം കുവൈത്തിലുള്ള ഒരാൾ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അയാളുടെ മരണത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല. അയാൾ മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അയാൾ എങ്ങനെ എഴുതിയിരിക്കണം. ആ എഴുത്ത് ഒരു പക്ഷേ നിങ്ങൾ ചില ആൾക്കാർ വായിച്ചിട്ടുണ്ടായിരിക്കും ഫേസ്ബുക്കിൽ. അപ്പോൾ അയാൾ എഴുതിയ വരികൾ, ഓരോ വരികളും നമുക്ക് ചിന്തിക്കാൻ മാത്രമുണ്ട് അതിലെ വരികൾ. അതിൽ ഒരു വാചകം അയാൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, കോടിക്കണക്കിന് സ്വത്തുക്കൾ എനിക്കുണ്ട്, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തുക്കളെല്ലാം ശറ അനുസരിച്ച്, മതവിധി അനുസരിച്ച് കൊണ്ട് എൻ്റെ പിൻഗാമികൾ വീതിച്ചെടുക്കും. പക്ഷേ ഞാൻ അത് സമ്പാദിച്ചപ്പോൾ എന്തെല്ലാം ഹറാമുകളും അബദ്ധങ്ങളും എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ടോ അത് മുഴുവൻ എൻ്റെ കബറിക്കിൻ്റെ കൂടെ പോരും ചെയ്യുന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്ര വലിയൊരു ആലോചനയാണത്. ആ പൈസ മുഴുവനും ബന്ധുക്കൾ എടുക്കും. എന്നാൽ സമ്പാദിക്കുന്ന വഴിയിൽ എനിക്ക് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ആരേൽക്കേണ്ടി വരും? ഞാൻ ഏൽക്കേണ്ടി വരുമെന്നാണ്. എന്തൊരു വിശാലമായ ആശയമാണ്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ, പണം സമ്പാദിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഹറാമുകൾ പെട്ടാൽ അത് എനിക്ക് മാത്രവും ബാക്കിയുള്ള ഇതിൻ്റെ ഗുണഫലങ്ങളെല്ലാം എൻ്റെ കുടുംബങ്ങളുമാണ് അനുഭവിക്കുക എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ?
അപ്പോൾ പരലോകത്തെയും മരണത്തിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധത്തോടും കൂടെ കാര്യങ്ങളെ കാണുമ്പോൾ നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളും, മക്കളെ വളർത്തുന്നതിൽ, ഒരു വീടുണ്ടാക്കുന്നതിൽ, നമ്മളൊരു ജോലി സ്വീകരിക്കുന്നതിൽ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ, എല്ലാറ്റിലും പരലോകത്തിനൊരു മുഖ്യ പങ്ക് വഹിക്കുമ്പോൾ സുഹൃത്തുക്കളെ എല്ലാറ്റിനും ഒരു പരിഹാരമാകും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തവൻ പ്രവർത്തിച്ചാലും അവനെ പിടിച്ചു കൊണ്ടുവരുവാനും അതിൻ്റെ ഫലം അവനെ അനുഭവിപ്പിക്കുവാനും അള്ളാഹുവിന് പറ്റും. എന്താണ്, ലോകത്ത് പലപ്പോഴും പല പ്രശ്നങ്ങളും ചെയ്യുന്ന ആളുകൾ വേഗം ഒരു പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് കടക്കും, പിന്നെ അവനെ കിട്ടൂല എന്നുള്ളതാണ്. എന്നാൽ ഈ ലോകത്ത് നിന്നും പരലോകത്തേക്ക് ഒരാൾക്ക് പോവാനുള്ള ഒരേ ഒരു വഴി സുഹൃത്തുക്കളെ മരണം മാത്രമാണ്. മരണമെന്ന വാതിലിലൂടെയല്ലാതെ ഈ മഹാലോകത്ത് നിന്നും ഒരു വ്യക്തിക്കും ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റൂല. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. എന്നിലേക്കാണ് അവിടെ മടക്കം, എൻ്റെ മേലാണ് അവിടെ വിചാരം. എവിടെ പോയാലും ഒരു 40 കൊല്ലം ഒളിവിൽ താമസിച്ചാലും ആ ഒളിവിൽ ഒരിടത്ത് അയാൾ മരിച്ചു വീണാൽ സുഹൃത്തുക്കളെ അവൻ അള്ളാഹുവിലേക്ക് എത്തും. അതാണ് മരണമെന്ന് പറഞ്ഞാൽ. ആ ഒരു കവാടത്തിലൂടെ ചെന്ന് ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കുക എന്നുള്ളത് എല്ലാ ആളുകളെക്കുറിച്ചും നിർബന്ധമായ ഒരു കാര്യമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന മരണം, ആർക്കെങ്കിലും പേടില്ലാത്തുണ്ടോ മരണത്തെക്കുറിച്ച്? എല്ലാവർക്കും ഭയമാണ് സുഹൃത്തുക്കളെ. ഉള്ളിലൊരു പേടി മരണത്തെക്കുറിച്ചില്ലാത്ത ആളുകൾ ആരുമില്ല. പക്ഷെ നമ്മുടെ ചില വിശ്വാസങ്ങളെ കൊണ്ടും ചില ധാരണകളെ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പേടിയെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രം. ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയപ്പോൾ പേടിച്ചതാണ് ഒരു സഹോദരി. പക്ഷെ അവർ പേടിച്ചത് മരണത്തെക്കുറിച്ചാണ്. മരിക്കുമെന്നാണ് പേടിച്ച് ഈ ഓപ്പറേഷനോടുകൂടെ. പക്ഷെ ആ പേടി മനസ്സിൽ നിന്ന് മാറിപ്പോയില്ല. അതൊരു മാനസിക രോഗമായി പരിണമിച്ചു. ആ പേടിനെക്കുറിച്ചൊന്ന് കേട്ടാൽ മതി നമ്മൾ. അവരൊരു 10 മിനിറ്റ് നേരം ആ പേടി രോഗം പിടിപെട്ടതിന് ശേഷം അവർക്കുണ്ടായ ഒരു അനുഭവം. രാത്രി ഉണരും, വാതിൽ തുറക്കും, മുറ്റത്ത് കുറേ പോയി നിൽക്കും, ലൈറ്റുമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, കുറേ സമയം ആർത്ത് വിളിച്ച് കരഞ്ഞു നോക്കും. അതാ പേടിയാർന്ന്. പേടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് വിഭാവന ചെയ്യാൻ പോലും പറ്റൂല. മരണത്തെയാണ് അവർ പേടിച്ചത്. മരണത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു പേടില്ലേ സുഹൃത്തുക്കളെ? പേടിക്കുന്ന ഒരു വസ്തു സംഭവിക്കാതിരിക്കാനാണല്ലോ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക. ഒരു വിഷപ്പാമ്പിനെ കണ്ടുമുട്ടാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഏറ്റവും ഭയപ്പെടുന്ന മരണം നമുക്ക് സംഭവിക്കുമെന്നതാണ് സത്യം. നമുക്ക് സംഭവിക്കുമെന്നതാണ് സത്യം. പക്ഷേ നമുക്കുള്ളൊരു ആത്മധൈര്യം എന്താണെന്നറിയോ? എൻ്റെ പ്രഷർ കൺട്രോളാണ്, എൻ്റെ ഷുഗർ കൺട്രോളാണ്, എനിക്ക് ഹാർട്ടിനൊരു പ്രശ്നമല്ല, ഒരു ഫുൾ ടെസ്റ്റ് 3000 രൂപയ്ക്ക് നടത്തി, കിഡ്നി വളരെ ഉഷാറായിട്ട് പോകണു എന്നൊക്കെയാണ്. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു 35 വയസ്സായ ഒരു സ്ത്രീ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തണം. ഇവർ പറഞ്ഞു തൂങ്ങി മരിച്ചതല്ല, അപകടത്തിൽ മരിച്ചതല്ല, പിന്നെന്തിനാണ്? അപ്പോൾ അവർ പറഞ്ഞു ശാരീരികമായ ഒരു പ്രശ്നവും ഇവർക്കില്ല, പിന്നെ ഇവരെങ്ങനെ മരിച്ചു? അതാ ചോദ്യം. മനസ്സിലായില്ലേ? കുറച്ച് സമയം ബന്ധുക്കൾ ബുദ്ധിമുട്ടായി. എന്തെങ്കിലും അവർ വിഷം കഴിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ അവരെന്തെങ്കിലും ഒന്നുമില്ല. കാരണം അവരുടെ തൊട്ട് മുമ്പുള്ള റിസൾട്ട് അത്രയും ക്ലിയറാണ്. സുഹൃത്തുക്കളെ, എന്താ ധൈര്യം? മരണത്തെ അതിജീവിക്കാമെന്ന ധൈര്യമല്ല, മരിക്കുകയില്ല എന്ന ധൈര്യം. അതാണ് എനിക്കും നിങ്ങൾക്കുള്ള ധൈര്യം. മരിക്കുകയില്ല എന്ന ധൈര്യത്തിന് എത്രയാണ് സുഹൃത്തുക്കളെ ഗ്യാരണ്ടി? ഒരു പ്രശ്നവുമില്ലാത്ത 35 വയസ്സായ ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ ഡോക്ടർ സംശയിച്ചു. ഞാൻ അസത്യമല്ല പറയുന്നത്. നമ്മുടെ ഷുഗറും പ്രഷറും അതേപോലെ തന്നെ ഹൃദ്രോഗങ്ങളുമല്ല കാര്യം. മരിക്കാൻ നിശ്ചയിച്ച സമയത്തേക്ക് എത്തിയാൽ ഒരു അലാറം മുഴങ്ങുന്ന പോലെ നമ്മൾ സുഹൃത്തുക്കളെ മലർന്നു വീഴും. അതിന് സമയമില്ല. മരിക്കൽ ഒഴിവാക്കി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു രംഗമുണ്ടോ സുഹൃത്തുക്കളെ? സുജൂദിൽ കിടക്കുമ്പോൾ മരിച്ചുകൂടെ? ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിപ്പോൾ മരിച്ചുകൂടെ? കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ മരിച്ചുകൂടെ? മരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ, ഒരു സമയം, ഒരു രംഗം, ഒരു സന്ദർഭം പറയാനാകുമോ നമുക്കാർക്കെങ്കിലും? ആർക്കും പറ്റൂല. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്, ദുനിയാവിൻ്റെ പിന്നാലെ വല്ലാതെ ഓടിക്കൂടുമ്പോൾ ഇതിട്ട് പോകേണ്ടി വരുമെന്ന് മനസ്സിലൊരു ഓർമ്മ നല്ലതാണ്. കല്ലാബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വുജൂഹും യൗമഇദിൻ നാദിറ
ഇലാ റബ്ബിക നാദിറ കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. ഇഹലോകത്തെ ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വത്തദറൂനൽ ആഖിറ, പരലോകത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു, പരലോകത്തെ വിസ്മരിക്കുന്നു. ഇഹലോകത്തെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. എന്നിട്ട് എന്താ സുഹൃത്തുക്കളെ അടുത്ത വാക്ക്? കല്ലാ ഇദാ ബലഗത്തിത്തറാഖിയ വഖീല മൻ റാഖ്. മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അപ്പം മാത്രമേ മനുഷ്യൻ വിശ്വസിക്കുള്ളൂ ഞാൻ മരിക്കുന്നു. എപ്പോ മരണം തൊണ്ടക്കുഴിയിലെത്തിയിട്ട് വലന്ന അന്നഹുൽ ഫിറാഖ്, ഞാൻ മരിക്കുകയാണ് എന്ന് പൂർണ്ണ ബോധ്യം വരുമ്പോഴാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത് ഞാൻ ഇനി എന്താ ചെയ്യാൻ. സുഹൃത്തുക്കളെ, അപ്പം മാത്രമാണ് കുറച്ച് സമയം അവൻ നീട്ടിക്കൊടുക്കുന്നതും മരിച്ചാൽ എന്ത് എന്നവൻ ചിന്തിക്കുകയും ചെയ്യുന്നത്. നല്ലതാണ് സുഹൃത്തുക്കളെ, അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എന്തൊരു കാര്യത്തെക്കുറിച്ചും ആശങ്ക ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചറിയും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, ചോദിച്ചറിയും. ആദ്യമായി ഗൾഫിൽ പോകുന്നവൻ അതിനെക്കുറിച്ച് ചോദിച്ചറിയും. ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നവൻ പഠിച്ചവരോട് ചോദിച്ചറിയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. ആശങ്കയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയും. ഒന്നാമത്തെ പ്രസവത്തിൽ പെൺകുട്ടികൾക്ക് വലിയ പേടിയാണ്. എന്താ പേടി? ഇതുവരെ പ്രസവത്തിൻ്റെ പല കഥകളും അവർ കേട്ടിട്ടുണ്ട്. അതിന് സിസേറിയൻ ചെയ്യുന്നത്, അതിന് ഇഞ്ചക്ഷൻ വെക്കുന്നത്, പ്രസവത്തിൻ്റെ അതിങ്ങനെ കേട്ട് എന്താ നിങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കും എന്താണ് അതിൻ്റെ കാര്യം. എന്നാൽ സുഹൃത്തുക്കളെ, ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഒരിടത്ത് മരണം മുന്നിൽ കാണുമ്പോൾ മരണത്തെക്കുറിച്ച് നമ്മൾ ആരോട് ചോദിക്കും? ആരോട് ചോദിക്കും? ആരോട് ചോദിക്കും സുഹൃത്തുക്കളെ? ഭാര്യയോട് ചോദിക്കാൻ പറ്റുമോ? മരണം എന്ന വാക്ക് പറയുമ്പോഴേക്കും അവൾ പറയും മറ്റെന്തെങ്കിലും പറഞ്ഞുകൂടെ. നിങ്ങൾ അതിനെക്കുറിച്ച് പറയലാണ്, പ്രതീക്ഷയാണ് പറയുക സുഹൃത്തുക്കളെ. അടുത്ത ആശുപത്രിയിൽ അടുത്ത ഡോക്ടറുടെ വിസിറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു, മരണത്തെ അതിജീവിക്കുകയല്ലാതെ മരിക്കാതിരിക്കാൻ പറ്റുമെന്നാരും വിചാരിക്കരുത്. മരണത്തെ ഒരു പക്ഷേ നമുക്ക് അതിജീവിക്കാൻ പറ്റും. എങ്ങനെ? മരിക്കാതിരിക്കലല്ല, മരണത്തെ കീഴ്പ്പെടുത്താൻ പറ്റും. എങ്ങനെ മരണത്തെ കീഴ്പ്പെടുത്തുക സുഹൃത്തുക്കളെ? മരണത്തിലേക്ക് മനസ്സന്തോഷത്തോടുകൂടെ വഴങ്ങിക്കൊടുക്കുക. അതാണ് മരണത്തെ അതിജീവിക്കാനുള്ള മാർഗം. മനസ്സന്തോഷത്തോടുകൂടെ മരണത്തിന് വഴങ്ങിക്കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക, ഞാൻ അന്നാണ് മരിച്ചാൽ പ്രശ്നമില്ല. മനസ്സ് പറയുന്നുണ്ടോ സുഹൃത്തുക്കളെ? പേടിക്കണ്ട. പക്ഷെ മനസ്സെന്തേ പറഞ്ഞു പറയുന്നത്, ഇപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നാളെ മരിക്കൂലല്ലോ. നാളെ നമുക്ക് തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും മടങ്ങാനൊക്കെ സമയമുണ്ടല്ലോ. ആ സമാധാനമാണോ ഉറങ്ങാൻ കിട്ടിയത്? ആ സമാധാനത്തിന് ഗ്യാരണ്ടി ഇല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് മരണത്തെ കീഴ്പ്പെടുത്താൻ മരണത്തെക്കുറിച്ച് അറിയുക, അതാണ് ഒന്നാമത്തെ കാര്യം. എന്താ മരണത്തെക്കുറിച്ച് അറിയാനുള്ളത് സുഹൃത്തെ? പേടിച്ച് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. പേടിച്ച് ബേജാറാവേണ്ട കാര്യം മരണം ഈ ലോകത്തു നിന്നുള്ളൊരു വേർപാടാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സംഗതിയിൽ നമ്മൾ വേർപ്പെടുമ്പോൾ നമുക്ക് വലിയ ദുഃഖം ഉണ്ടാവും. സാധാരണ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് 20 കൊല്ലം 30 കൊല്ലം പഠിപ്പിച്ച സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു വേർപാടിൻ്റെ ദുഃഖം ഒരാൾക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ താമസിച്ചൊരു വീട് നിവൃത്തിയില്ലാതെ വിൽക്കേണ്ടി വരുമ്പോൾ അവിടെയും നമുക്ക് എന്തെങ്കിലും ഒരു വേദന അനുഭവപ്പെടേണ്ടി വരും. അതേപോലെ തന്നെ ഒന്നിച്ച് ജീവിച്ച എത്ര വലിയ ശത്രുക്കളാണെങ്കിലും വേർപിരിയുമ്പോൾ തൊലാക്കിൻ്റെ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേർപാടിൻ്റെ ഒരു ദുഃഖമുണ്ടാകും. എന്ന സുഹൃത്തുക്കളെ, എല്ലാ വേർപാടുകളും ഒന്നിച്ച് സംഭവിക്കലാണ് മരണം, അല്ലേ? ഒന്നിച്ച് ഒരു കുട്ടി മരിക്കുമ്പോൾ കുട്ടി മരിച്ചു പോയി നമ്മളിവിടെ ഉണ്ടാവും, ബാക്കിയുള്ള കുട്ടികളുണ്ട്, ഭാര്യയും. എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നമുക്ക് നഷ്ടപ്പെടലാണ് മരണമെന്ന് പറയുന്നത്. അതെങ്ങനെ ഉൾക്കൊള്ളും? നമ്മൾ ചിന്തിച്ച് എങ്ങനെയാണ് നമ്മളത് ഉൾക്കൊള്ളുന്ന ആലോചിച്ച് നോക്കണമെങ്കിൽ നമ്മുടെ മക്കളെ, ഭാര്യയെ, കുടുംബത്തെ, ജീവിതത്തെ, മുഴുവൻ ആളുകളെയും ഒരു നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുക? അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി മരണത്തിൽ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ബേജാറ്, അത് ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? ഇവിടെ എല്ലാ പ്രതിസന്ധികൾക്കും മരണം ഒരു പരിഹാരമാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാൻ മറ്റൊരു വഴി നമ്മളല്ലാത്ത മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ബേജാറുണ്ടാവും. അപ്പോൾ ഇതിന് ഒന്നാമത്തൊരു കാര്യം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഭയമാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മക്ക് അസുഖം വന്നപ്പോൾ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മക്ക് അസുഖത്തിൻ്റെ പ്രശ്നമല്ല, മരിക്കുമെന്നുള്ള പേടിയാണെന്ന്. സുഹൃത്തുക്കൾ, എത്ര വലിയ ഒരു 10 മിനിറ്റ് സമയം നമ്മളൊന്ന് ഇരുന്നിട്ട് ആ മരണത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. നബി നബി ഇങ്ങനെ ഇരുന്നിട്ട് തൻ്റെ കയ്യിലൊരു വടി കൊണ്ട് ഇങ്ങനെ ആ മണലിൽ ഇങ്ങനെ വരച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മരണത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും ആദ്യാവസാനം വരെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ സംഭവിക്കാൻ വഹീ പ്രകാരം പറയുന്നതല്ലാത്ത ഒന്നും മരണസമയത്ത് സംഭവിക്കുന്നതിന് നമുക്ക് പറയാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, അവിടെ 2 വിധ മരണങ്ങളുണ്ടല്ലോ.
ഒന്നെന്താണ്? നല്ലൊരാത്മാവിൻ്റെ മരണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുക. പടച്ചോനെ കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കിയൊക്കെ ഉള്ളൂ. സുഹൃത്ത്, അത് പറയാൻ പറ്റുക എന്നുള്ളത് അത് ചെറിയൊരു വാചകമല്ല. സുമ്മസ്തഖാമു, എന്നിട്ട് എല്ലാത്തിലും ഇസ്തിഖാമത്ത്, ഏറ്റവും നേരെ ചൊവ്വേ ജീവിക്കാം. ആളുകൾ പറയും എന്തിനാ ഈ വിവാദങ്ങളൊക്കെ, തർക്കങ്ങളൊക്കെ, ഗ്രൂപ്പിസങ്ങളും എന്താ, ഓരോരുത്തരും ജീവിക്കണ പോലെ ജീവിച്ചോട്ടെ, ആർക്കെന്താ, എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയല്ലേ, എല്ലാവർക്കും ദീൻ തന്നെയല്ലേ, പോയിക്കോട്ടെ. സുഹൃത്തുക്കൾ, എന്തോ ഒരു വാശി, നമ്മളെ പറ്റി വാശിക്കാരൻ ആൾക്കാർ പറയാം. മുജാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കണിശക്കാരനാണ്, വാശിക്കാരനാണ്. എന്താ സുഹൃത്തുക്കളെ വാശി? നാം ആലോചിക്കുക, സുമ്മസ്തഖാമു എന്നാണ്. നമുക്ക് നിസ്കരിച്ചവർക്കൊക്കെ നാളെ പരലോകത്ത് പ്രതിഫലം തരാമെന്ന് സുഹൃത്തുക്കളെ എവിടെയെങ്കിലും ഉണ്ടോ? നിസ്കരിക്കാത്തവനില്ലാത്തൊരു ശിക്ഷ നിസ്കരിച്ചവന് വരാം. അതല്ലേ ഇപ്പൊ വൈലുല്ലിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ? നിസ്കാരം ദായിമായി കൊണ്ടെടുക്കുന്ന ആളുകളാണ്. ഇസ്ലാമിലെ കർമ്മം തരും ഉപകാരപ്പെടുമോ എന്നതാണ് ചിന്ത, ചെയ്തോ എന്നതല്ല. മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉപകാരപ്പെടുമോ എന്നാർക്ക് ചിന്ത ഉണ്ടാവുള്ളൂ? ഇത് ബോധ്യമുള്ള ആൾക്കേ ഉണ്ടാവുള്ളൂ. എൻ്റെ വിശ്വാസം ശരിയാണോ, എൻ്റെ കർമ്മം ശരിയാണോ, എൻ്റെ പ്രവർത്തനം ശരിയാണോ, എൻ്റെ സ്വഭാവം ശരിയാണോ എന്ന ശരിയായ ഇസ്തിഖാമത്ത്. അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും മരിക്കുന്ന സമയത്തുള്ള സഹായങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൗതിക സഹായം നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ. സുഹൃത്തുക്കളെ, ഭൗതിക സഹായങ്ങൾക്ക് എന്താ മകൻ അടുത്തുണ്ടാവുമോ, ഭാര്യ അടുത്തുണ്ടാവുമോ? മക്കൾ ഗൾഫിൽ പോകുമ്പോൾ ഞാൻ മരിക്കുമ്പോൾ ഇപ്പം ഉണ്ടാവില്ലല്ലോ. മരിക്കുമ്പോൾ ഇപ്പം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനൊരു ആഗ്രഹം ഉണ്ടാകും, ആയിക്കോട്ടെ. പക്ഷെ മരിക്കുന്ന സമയത്ത് മകൻ എന്ത് ചെയ്തു തരാൻ പറ്റും? നമ്മുടെ മകൻ സുഹൃത്തുക്കളെ ഏറ്റവും പ്രയാസങ്ങൾ വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന ICUവിലെ ഡോക്ടറായി അയച്ചോളൂ. ഓൻ മരിക്കണോടത്ത് നമ്മുടെ സമയത്ത് നിന്നിട്ട് എന്താ, നമ്മുടെ അടുത്ത് നിന്നിട്ട് എന്താ ചെയ്യാനുള്ളത്? എന്താ ഒന്നും ചെയ്യാല്ല. ഭൗതിക സഹായങ്ങൾക്കപ്പുറം ഈ ലോകത്തുനിന്ന് മെല്ലണ് കടന്ന് പരലോകത്ത് കണ്ട് പ്രവേശിക്കുന്ന സമയത്ത് പുതിയൊരു ലോകം കൺമുന്നിൽ തുറക്കുമ്പോൾ അവിടെ സഹായിക്കാൻ ആളുണ്ടോ? അതാണ് സുഹൃത്തുക്കളെ ധൈര്യം. അതാണ് ധൈര്യം. ഗൾഫിൻ്റെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ജ്യേഷ്ഠൻ വരും, അനുജൻ വരും, അളിയൻ വരും എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ എന്നാണ് സുഹൃത്തുക്കളെ. ഇവിടുന്നാണ് കടന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. അങ്ങനത്തെ ഒരു ഉറപ്പ് അതാരാ അവിടെ? അവിടെ ആരാ സുഹൃത്തുക്കളെ? ഭാര്യയല്ല, മകളല്ല. അവിടെ കാത്തു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകം അള്ളാഹു നിയോഗിച്ച മലക്കുകളാണ്. ആ മലക്കുകൾ സംസാരിക്കാൻ തുടങ്ങും നമ്മളോട്. നമ്മുടെ മനസ്സിലുണ്ടോ മരണമെന്ന് പറയുമ്പോൾ അത് കൂടെ നിൽക്കുന്നവരെ കുറിച്ചും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയെക്കുറിച്ചുമല്ലാതെ മരണം സമാഗതമായി പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന, ഇവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റാത്ത പുതിയ സേവകന്മാർ. അവരാ പറയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനു. മലക്ക് വരുന്നത് ആർക്ക്? ഈ മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹു അവൻ്റെ മലക്കുകളെ നിയോഗിക്കും. എന്നിട്ട് അവരെന്താ പറയാ സുഹൃത്തുക്കളെ? എന്താ അപ്പം പറയേണ്ടത്? എന്താ പറയേണ്ടത്? ഈ ലോകത്തെ അവസ്ഥകളിൽ നിന്ന് വിടവാങ്ങുന്നതിനോട് എന്ത് പറയണം? നഷ്ടപ്പെട്ടതിലൊന്നും ദുഃഖിക്കണ്ട തന്നെ വേണ്ടത്. അല്ലാ തഹ്സനു എന്ന് ആദ്യം പറയാം, പേടിക്കണ്ട, നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. വലാ തഖാഫു, ഇനി എന്തു സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഭയവും വേണ്ട എന്നാണ് മലക്കുകൾ വന്ന് പറയുന്നതാണ്. സുഹൃത്തുക്കളെ, ആ സംസാരം കേൾക്കുന്നതോടുകൂടെ എന്തെങ്കിലും പ്രശ്നം മരണത്തിൽ നമുക്കുണ്ടോ? എന്തെങ്കിലും പ്രശ്നം മരണത്തിലുണ്ടോ? അത് ഉറപ്പ് വരുത്തല്ലേ സുഹൃത്തുക്കളെ ഏറ്റവും പ്രധാനം. അല്ലാ തഖാഫു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. നമുക്ക് സ്വർഗം കിട്ടുന്ന വിചാരണ കഴിഞ്ഞിട്ടല്ല, മരിക്കുമ്പോൾ മലക്കുകൾ പറയുന്നതാണ്. ഖബറിൽ കിടക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്കൊരു കവാടം തുറന്ന് ആ സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ, ഖബർ ജീവിതത്തിൽ ആ വരാൻ പോകുന്ന സ്വർഗ സന്തോഷങ്ങളെ കണ്ട് കിടക്കുന്നതിനേക്കാളും ആനന്ദകരമായി എന്താണ് സുഹൃത്തുക്കളെ ഉള്ളത്? അതുകൊണ്ട് നാം ഉറപ്പ് വരുത്തണം. അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യത്തിന് ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്, അത് അവർക്കുള്ള ആരാധനയാണ്, ശിർക്കാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോഴാണ് പല ആളുകളും അത്ഭുതത്തോടെ ചോദിക്കുന്നത്, അതാണോ തൗഹീദിൻ്റെ നിർവചനം? അതാണോ തൗഹീദ്? കാണാത്ത ഒന്നിനെ വിളിച്ചാലല്ലേ ശിർക്കാകുക? കാണാത്ത ഒന്നിനെ വിളിച്ചാൽ അതാണല്ലോ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്ന് ചില ആളുകൾ വാദിച്ചു. കാണാത്ത ഒന്ന് എന്താ സുഹൃത്തുക്കളെ?
നമ്മുടെ കണ്ണിൽ കാണാത്തതിനെ വിളിച്ചാൽ ശിർക്കാവും. കാണാത്തതിനെ വിളിക്കുന്നുണ്ട്. കൺമുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യ ദൈവത്തെ വിളിച്ചാൽ ശിർക്കാവൂലേ സുഹൃത്തുക്കളെ? കൺമുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യ ദൈവത്തെ വിളിച്ചാൽ കാണാത്തതുകൊണ്ടാ ഇന്ന് അങ്ങനല്ലേ? കൺമുന്നിലുള്ള ദൈവങ്ങളിൽ ഓലെ വിളിച്ചാൽ എങ്ങനെ ശിർക്കാണ്? അപ്പോൾ ശിർക്കിന്റെ നിർവചനം മാറിയോ ആ സന്ദർഭത്തിൽ? കാണാത്തതിനെ വിളിച്ചാലല്ല, ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരു സഹായം ആവശ്യക്കൊണ്ട് വിളിച്ചാൽ. ഞാനിത് വിവാദമുണ്ടാക്കാൻ പറയല്ല. തൗഹീദിന്റെ നിർവചനം പോലും പഠിക്കാതെ ഒരുങ്ങിയിരിക്കുകയാണ് നാം മരിക്കാൻ, ഒരുങ്ങിയിരിക്കുകയാണ് നാം സ്വർഗത്തെ സ്വീകരിക്കാൻ. ആലോചിക്കണം. നമ്മൾ ഒന്നാമത്തെ സഫിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ പിന്നിൽ നിന്ന് നോക്കിയാൽ 10 ആളുകൾ 10 വിധത്തിലാണ് സുജൂദ്, 10 വിധത്തിലാണ് റുക്കൂ, 10 രൂപത്തിലാണ് അവർ നിൽക്കുന്നത്. ഇന്നലെ യാദൃശികമായ ഒരു പള്ളിയിൽ കയറിയപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ ശ്രദ്ധിക്കുന്നത് എന്താ അറിയോ? എൻ്റെ കാലേറ്റ് അയാളെ കാലുമ്പോൾ തട്ടിപ്പോകുമോ എന്നുള്ളതാണ് അയാളെ പ്രശ്നം. നിസ്കാരം കഴിയണത് വരെ അയാളെ പ്രശ്നം. എൻ്റെ കാലെങ്ങാനും അയാളെ കാലിൽ തട്ടിപ്പോകുമോ എന്ന സൂക്ഷ്മതയാണ് അയാളുടെ ഏറ്റവും വലിയ സൂക്ഷ്മത. എന്താ നിസ്കാരത്തിൽ വേണ്ട സുഹൃത്തുക്കളെ? സഫ് ശരിയാക്കണം. ഇന്ന തസ്വിയത്ത സുഫൂഫ് മിൻ തമാമിസ് സ്വലാ. നിസ്കാരം ശരിയാവണോ, സഫ് ശരിയാവണം എന്ന് പറഞ്ഞ തത്വം നിലനിൽക്കുമ്പോഴാണ് സഫേറ്റ് അഥവാ ഞാൻ ആളെ അടുത്ത് നിന്നു പോകുമോ എന്ന പേടിയിലാണ് അയാൾ അടുത്ത് നിന്ന് നിസ്കരിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനല്ല. സുഹൃത്തുക്കളെ, മരിച്ചുപോയി മലക്കുകളെ കണ്ട് സ്വർഗമുണ്ട് നിനക്കെന്ന് പറയാൻ നല്ലൊരു വിശ്വാസവും നല്ലൊരു ഈമാനും സ്വകാര്യ ജീവിതത്തിലെ സൂക്ഷ്മതകളും നമുക്ക് ആവശ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, തരണം ചെയ്യാൻ പറ്റുന്നതല്ല പരലോകത്തിൽ ചില പ്രതിസന്ധികൾ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം അത് അങ്ങനത്തെ ഒരു ലോകമാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചില പ്രതിവിധികളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയൊരു ലോകത്ത് നിന്നും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ലോകത്തേക്ക് നീങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഭയത്തോടു കൂടി ആ കാര്യത്തെ കാണണം. നരകം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞത്, ലോകത്തെ ഏറ്റവും മനോഹോന്നതന്മാരായ സഹാബത്ത് പോലും മരിക്കണ സമയത്ത് നരകത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നരകം പേടിക്കേണ്ട ഒന്നു തന്നെയാണ്, നരകം ഭയപ്പെടേണ്ട ഒന്നു തന്നെയാണ്. നമ്മളൊക്കെ തെറ്റുകൾ സംഭവിച്ചെന്ന് ഉറപ്പില്ല. ആ തെറ്റ് പടച്ചോൻ പുറത്ത് തരുന്നില്ലെങ്കിൽ എന്താകും അവസ്ഥ നമ്മൾ ചിന്തിക്കണം. പുറത്ത് തരുന്ന നമ്മൾ വിചാരിക്കുന്നു, പക്ഷേ പടച്ച തമ്പുരാൻ പുറത്ത് തന്നില്ലെങ്കിൽ സുഹൃത്ത് അതിൻ്റെ ശിക്ഷ വാങ്ങേണ്ടി വരും. അമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ എന്ന് പറഞ്ഞാൽ അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതിൻ്റെ ഫലം അവൻ കാണും എന്ന് പറഞ്ഞാൽ അത് കാണും. അപ്പം എന്ത് ചെയ്യണം? നന്മകളെ കൊണ്ട് അതിജീവിക്കാനോ തിന്മകൾ മായ്ച്ചു തരികയോ ചെയ്തില്ലെങ്കിൽ പ്രതിസന്ധി തന്നെയല്ലേ സുഹൃത്തുക്കളെ? ആ പ്രതിസന്ധി വരാതിരിക്കണമെങ്കിൽ നാം നല്ല കാവലോടുകൂടെയും സൂക്ഷ്മതയോടുകൂടെയും ജീവിക്കണം. നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ വായിച്ചു പോകുമ്പോൾ ഖുർആനൊക്കെ കേട്ടാൽ നമുക്കതിന് അർത്ഥം മനസ്സിലാവുമെങ്കിൽ സുഹൃത്തുക്കളെ കരഞ്ഞു പോകും. നമ്മൾ ഈ ഖിറാഅത്തുകളൊക്കെ ഇട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ MP3 കേൾക്കുമ്പോൾ അവരൊക്കെ കരയണത് വെറുതെ കരയുന്നതല്ല. ആ അറബിയിലുള്ള ആ പ്രയോഗങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ കരയാതിരിക്കും, എങ്ങനെ ബേജാറാകാതിരിക്കും? നിങ്ങൾക്ക് ഏതൊരു നരകത്തിൻ്റെ ആയത്താണ് നമുക്ക് നിർഭയത്വം തരിക? ഏതാ തരിക? നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും വാക്കിൽ മറ്റുള്ളവന് മുറിവേൽക്കാത്ത, മറ്റുള്ളവൻ്റെ അഭിമാനത്തെ വ്രണമേൽപ്പിക്കാത്ത വ്രണമേൽപ്പിക്കുന്ന ഒരു സംസാരവും എൻ്റെ അടുത്ത് ഉണ്ടായില്ല എന്ന് ഗ്യാരണ്ടി പറയാൻ എനിക്ക് പറ്റും. ഇന്ന് നേരം പോലത്തെ ഈ സമയമാകുമ്പോഴേക്ക് നമ്മൾ കണ്ട ആളുകളോടും ഭാര്യയോടും കുട്ടിയോടൊക്കെ സംസാരിച്ചതിൽ അവരുടെ ആരുടെയും അഭിമാനത്തെയോ അതല്ലെങ്കിൽ അവരുടെ മനസ്സിനെയോ വേദനിപ്പിച്ചില്ല എന്ന് പറയാൻ പറ്റും. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തിപ്പറയുന്നവൻ, കുറവാക്കി അവഹേളിക്കുന്നവൻ, അവർക്ക് നാശം. എന്നിട്ടാണ് സുഹൃത്തുക്കളെ നരകത്തെക്കുറിച്ച് പറഞ്ഞത്. ശിർക്കിനെക്കുറിച്ച് പറഞ്ഞിട്ടല്ല, വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞ എന്ത് ധൈര്യമാണ് നമുക്കുള്ളത്? ഏറ്റവും ഭീകരമായ നരകത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? വമ അദ്റാക മൽ ഹുതമ. ഹുതമ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? നാറുല്ലാഹിൽ മൂഖദ. കത്തിക്കപ്പെടുന്ന അല്ലാഹുവിൻ്റെ അഗ്നി. തത്തലിഉ അലൽ അഫ്ഇദ. ശരീരത്തെ തുളച്ചു കയറി അത് ഹൃദയത്തിലേക്ക് ആളിപ്പടരും എന്ന് പറയുമ്പോൾ നരകം ഭയാനകം തന്നെയാണ്. തഅവ്വദു. പടച്ചോനെ നരകത്തെ രക്ഷപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ വിശ്വസിക്കണം. അതായത് ജീവിത പ്രയാസങ്ങളും പ്രതിസന്ധികളെ കുറിച്ച് ചില ആൾക്കാർ വന്ന് പറയുമ്പോഴേ നമുക്കൊരു മറുപടിയും പറയേണ്ടാവില്ല. ഒരു കുടുംബങ്ങളിൽ നിന്ന് എല്ലാവരെയും ഒഴിവാക്കിയിട്ട് ശരിയായൊരു ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു സഹോദരി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒറ്റക്കാണ് അവർ താമസിക്കുന്ന ഒരു വീട്ടിൽ. അപ്പോൾ അവർ പറയാം, ഞാൻ എന്താ ചെയ്യാന്ന്? ഒരാൾ പേരിനൊരു ഭർത്താവുണ്ട്, അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല, വന്നു നോക്കുന്നില്ല. അതുകൊണ്ട് ആശങ്കയാണ്.
അയൽപക്കക്കാരോ എവിടെയെങ്കിലും ആരെങ്കിലും വല്ലതും വന്ന് കയറൂ, നല്ലൊരു 10, 35, 40 വയസ്സായ ഒരു സ്ത്രീ ഒറ്റക്കൊരു വീട്ടിൽ, അവരെ കൂടെ കിടക്കാൻ ആരോടാ പറയാ? ബന്ധുക്കളില്ല, കുടുംബങ്ങളില്ല, ആരുമില്ല. ആരോടാ പറയാ? ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എന്ത് മറുപടി പറയും അവരോട്? പ്രതിസന്ധികളുമായി മുന്നിൽ വന്ന് നിൽക്കുന്നതോട് ചിലപ്പോൾ മറുപടി പറയാൻ കഴിയാതെ നമ്മളും അവരെ പോലെ വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ടാവും. സുഹൃത്തുക്കളെ, ആ സന്ദർഭത്തിൽ എന്താ പറയുക? പരീക്ഷണത്തിൻ്റെ മുൾമുനകളിൽ നിൽക്കുന്നവരെ, ജീവിതം ഇതാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ജീവിതം ഇതല്ല, ജീവിതം ഇതല്ല, ജീവിതം ഇതല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇന്ന് സുഖജീവിതം അനുഭവിക്കുന്ന, ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന, ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലും അധികാരങ്ങളിലും ജീവിക്കുന്ന ആളുകൾ കാണാത്ത ഭക്ഷണം, കാണാത്ത മെത്തകൾ, കാണാത്ത ഭവനങ്ങൾ, അതാണ് ഈ സാധുക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് വരെ ലോകത്ത് ജീവിച്ച ഒരാളും കഴിക്കാത്ത ഭക്ഷണം, കാണാത്ത ഭക്ഷണം, കേൾക്കാത്ത സംസാരം, മനസ്സുകൊണ്ട് വിഭാവചന ചെയ്യാത്ത സ്വർഗ ജീവിതം. അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അത് വെറുതെ കിട്ടുമോ സുഹൃത്തുക്കളെ? ആ പ്രതിസന്ധി നിൽക്കുന്ന നമ്മൾ പറയും, നിങ്ങൾ സഹിക്കും. ഹ്രസ്വമായ ജീവിതത്തിലെ ദാമ്പത്യവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നവരിൽ നിന്നും മനോവേദനയോടെ രാവും പകലും കഴിച്ചു കൂട്ടുന്നവരെ നിങ്ങൾ ക്ഷമിക്കൂ. കാത്തിരിക്കുന്നുണ്ട് ഒരു സ്വർഗം. ജസാഅം ബിമാ സബറു ജന്നതം വഹരീറ. ജസാഅം ബിമാ സബറു, സഹിച്ചതിനുള്ള നൽകുന്നതാണ് സ്വർഗം. സഹിച്ചതിന് സുഹൃത്തുക്കളെ, മാറാ രോഗങ്ങളെ സഹിച്ചതിന്, വേദനകൾ അനുഭവിച്ചതിന് കിട്ടുന്നതാണ് സ്വർഗം. അതുകൊണ്ട് സ്വർഗം കിട്ടും. ആ സ്വർഗത്തെക്കുറിച്ചുള്ള ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅയുൻ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും മനസ്സിൽ ചിന്തിക്കാനോ വിചാരിക്കാനോ പറ്റാത്തൊരു സ്വർഗം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വൈവാഹിക പരാജയങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ പരാജയങ്ങൾ, ശാരീരികമായ നഷ്ടങ്ങൾ എല്ലാം പരിഹരിച്ചു തരാൻ സുന്ദരമായ സുഖജീവിതങ്ങളുടെ ലോകം മുന്നിലുണ്ട് എന്ന മനസ്സിൽ പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ ആവർത്തിച്ച് വായിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ പരലോകത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും ശരിയായ ഒരു മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സുഹൃത്തുക്കളെ, സാന്ദർഭികമായ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ഉത്ബോധനത്തിൻ്റെ സമാപനമെന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും അധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ദീനുള്ളതിൻ്റെ കണക്കനുസരിച്ചാണ്. നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം നമ്മളെ കയ്യിലുള്ള വരുമാനത്തിൻ്റെ പൈസ കൊണ്ടല്ല. എനിക്കൊരു അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ജീവിതം സമാധാനമായി പോകണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസവും ദീനുമാണ് നമുക്കിവിടെ സമാധാന ജീവിതം നൽകുന്നത്. അതുകൊണ്ട് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നതിലേറെ, മറ്റു സ്ഥാനമാനങ്ങളെ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതിലേറെ നമ്മുടെ ദീന് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഒരായത്ത് കൂടുതൽ പഠിച്ചാൽ നമ്മുടെ സമാധാനത്തിൻ്റെ മനസ്സ് ഒന്നുകൂടെ ഉയരും. അത് ഷിഫാ ഉൽ ലിമാ ഫി സുദൂറാണ്, മനസ്സിൻ്റെ ശമന ഔഷധമാണ് ഖുർആൻ എന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് നമ്മുടെ ഈ കൂട്ടായ്മ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളെ. പഠനമാണ്. പഠിപ്പിക്കുന്നവരും എല്ലാവരും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും പ്രബോധകന്മാരായ പ്രസംഗകന്മാരോട് പോലും നമ്മൾ പറയാറുള്ളതാണ്, നമ്മുടെ പീസ് റേഡിയോ യഥാർത്ഥത്തിൽ ഒരു മാസം സുഖമായിട്ടൊരു സാധാരണക്കാരൻ കേട്ടാൽ ഒരുപക്ഷെ ഒരു പ്രബോധകനേക്കാളും വിവരം അയാൾക്ക് ഉണ്ടാകുന്ന വിവരം. അത്രയധികം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റേഡിയോ സംവിധാനങ്ങൾ. ദീന് പഠിക്കാനുള്ള അവസരങ്ങളെ നമ്മൾ എല്ലാ സംരംഭങ്ങളും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ പരിപാടികൾക്കും ലക്ഷ്യമുണ്ട് സുഹൃത്തുക്കളെ. സംഘടന ഒന്ന് സജീവമായി കാണാൻ, എല്ലായിടത്തും നമ്മുടെ പരിപാടിയാണെന്ന് ആളുകൾക്ക് തോന്നാൻ വേണ്ടി ക്യാമ്പയിനുകളോ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്കൊരു അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി ഇതുവരെ കാണാത്ത വല്ല പരിപാടികളോ ഒന്നും നടത്തല്ല നമ്മൾ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രോഫ്കോൺ നിങ്ങൾക്കറിയാം. പ്രോഫ്കോണിൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ 2 ദിവസം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ആ കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരു മുജാഹിദ് എന്ന നിലക്കൊരു കുട്ടി വന്നത് എൻ്റെ നാട്ടിൽ നിന്നുള്ളൊരു പയ്യൻ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഒരു പാർട്ടിയുടെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും ആളുകളല്ല. ഒരു മുസ്ലിമായി ജനിച്ച് വഴിയറിയാതെ ക്യാമ്പസിലെത്തി അധാർമിക ജീവിതങ്ങളിൽ കുടുങ്ങിപ്പോയ കുട്ടികളാണ് വന്ന് മുന്നിലിരുന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്നൊരു കുട്ടി വാപ്പ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാൽ
വരാത്ത മക്കളുള്ള കാലത്ത് എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ച് വന്നിരിക്കുന്ന കാഴ്ച. സുഹൃത്തുക്കളെ, അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ. എല്ലാം വിസ്മരിച്ച് ജനങ്ങൾക്ക് എന്തു ദീൻ ആവശ്യമുണ്ടോ അത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, 50-ൽ ചില്ലാനം വരുന്ന റേഡിയോയിലെ ഓരോ പ്രോഗ്രാം എടുത്താലും ഓരോ തലത്തിൽ ആളുകളെ ദീൻ പഠിപ്പിക്കാനുള്ള സംരംഭങ്ങളാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന മഹാസദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തു ചെയ്തു സുഹൃത്തുക്കളെ? നാം ആലോചിക്കണം. നമ്മുടെ അയൽവാസികൾക്ക്, നാട്ടുകാർക്ക്, കുടുംബങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറിയ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരാഴ്ചത്തെ ഒരു ഖുത്ബയോ ഒരു നേർവഴിയോ പോസ്റ്റ് ചെയ്താൽ സുഹൃത്തുക്കളെ വിപ്ലവങ്ങൾ നടക്കും. ഓരോ സുഹൃത്തുക്കളും നമ്മളോട് പറയാറുണ്ട്, 200, 300, 500 ആളുകൾക്കൊക്കെയാണ് ഓരോ ദിവസവും ദീനിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പഴയ കാലമല്ല, എന്തെങ്കിലും ഒരു വയൽ അപ്പോൾ 4 ആൾ കൂടെ, ആ കാലമല്ല. എന്നും രാവിലെ ഒരു ദിവസം 30,000-ലേറെ ആളുകൾ പീസ് റേഡിയോ ഒരേ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 30,000 ആളുകളെ വിളിച്ചു ചേർക്കുന്ന ഒരു സമ്മേളനം മനസ്സിൽ കണ്ടു നോക്കൂ നിങ്ങൾ. ഒരു 10 കോടി ചെലവഴിച്ചാൽ നടക്കാത്തതാണ്. 30,000 ആളുകളെ 3 ദിവസം വിളിച്ചൊരു സമ്മേളനം നടത്തണമെങ്കിൽ എന്ത് വേണം? അങ്ങനത്തെ 30,000 ആളുകൾ 30 ദിവസവും ക്ലാസും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന മഹാസംരംഭമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റേഡിയോ. നമ്മുടെ ഓരോ സംരംഭങ്ങളും അങ്ങനെയുണ്ട്. ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടി, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടി, ആർട്സ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി, എല്ലാവർക്കും ഇതുപോലെ പൊതുജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായ ദീനി സംസാരങ്ങൾ നടത്തുന്നു. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് കൈകോർത്ത് പിടിക്കണം. ഈ ഒരു കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും യഥാർത്ഥ തൗഹീദും സുന്നത്തും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പഴയ കാലത്ത് നമ്മൾ നടത്തിയ തൗഹീദ് പ്രഭാഷണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇന്നലെ പ്രസംഗിച്ച സ്ഥലത്ത് ഒരു മുജാഹിദ് പോലുമില്ല. അങ്ങനത്തെ പുതിയ സ്ഥലങ്ങളിൽ പ്രഭാഷണങ്ങൾ, അവിടുത്തെ പൊതുജനങ്ങൾ അത് വന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. എത്ര പ്രദേശങ്ങളിൽ പുതിയ പരിപാടികളും പുതിയ പ്രസംഗങ്ങളും അതേപോലെ തന്നെ ഖുർആൻ പഠന ക്ലാസ്സുകൾ എല്ലാം സജീവമായി ദീൻ നിന്നുകൊണ്ടിരിക്കണം. ഈ ഒരു അവസ്ഥയിൽ നമ്മളും ഇതിൻ്റെ ഭാഗമാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. വ്യത്യസ്തമായ ഒട്ടനവധി പ്രഭാഷണങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു സമ്മേളനം, ഒരു പ്രകടനം എന്നതിലുപരി ഓരോ വാക്കുകളും എന്നോടാണ് പറയുന്നത് എന്ന ബോധത്തോടുകൂടെ പരമാവധി ശ്രദ്ധയോടുകൂടെ കേട്ട് അടുത്ത പ്രഭാഷണങ്ങളെ കൂടെ നിങ്ങൾ കാതോർക്കുകയും ഇന്നത്തെ ദിനം നമ്മുടെ കഴിഞ്ഞ ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമാധാന ജീവിതം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിത്തീരാൻ ഇന്നത്തെ കേൾവി കൊണ്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിലാണ് ഈ കേൾവി നമുക്ക് പ്രയോജനപ്രദമാകുന്നത്. ആ നിലക്ക് പ്രയോജനപ്പെടുത്തണമെന്നൊരു മനസ്സോടുകൂടെ നിങ്ങൾ ഇരിക്കണം. ഇവിടെ ലൈവ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മാത്രമല്ല, ഒരു പക്ഷേ ഈ സദസ്സിലിരിക്കുന്നതിനേക്കാളും എത്രയോ അധികം ആളുകൾ വീട്ടിലിരുന്ന് നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്നതിനേക്കാളും സൗകര്യത്തോടെ കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാലൊക്കെ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും. പക്ഷേ ലൈവിൽ കേൾക്കുന്ന ഒരാൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അയാൾ നേരെ ഇരുന്നിട്ട് വീട്ടിൽ നിന്ന് സുഖമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടി നിങ്ങൾക്ക് മാത്രമല്ല, ഗൾഫിലും നാട്ടിലുമുള്ള എത്രയോ ആളുകൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗകന്മാർക്കൊരു സമാധാനമാണ്, ധാരാളം ആളുകൾ ഈ സത്യം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷം വലിയൊരു ചാരിതാർത്ഥ്യമാണത്. അള്ളാഹു നമ്മുടെ ഈ നന്മയുടെ മുന്നേറ്റങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. ആത്മാർത്ഥമായി ചെയ്യുന്ന നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ പ്രതിസന്ധികൾ കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ അള്ളാഹു വേദി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടുംബം പ്രദാനം ചെയ്യണമേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ